ദൈവനാമത്തെ പ്രതി നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നു. ദൈവനാമത്തെ പ്രതി നിങ്ങൾ നിന്ദ അനുഭവിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന്, നിങ്ങളുടെ ചർച്ചക്കാരിൽ നിന്ന്, നിങ്ങൾക്ക് അറിയാവുന്നവരിൽ നിന്ന് നിങ്ങൾ നിന്ദകളും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും അനുഭവിക്കുന്നു. നിങ്ങളോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നിന്നെ ആഴമായി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ദൈവം നിന്നെ ആഴമായി ദൈവത്തിൻ്റെ ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. അവൻ നിന്നെ കരുതുവാൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. അവൻ നിന്നെ പരിപാലിപ്പാൻ ഇറങ്ങി വരും. അവൻ നിൻ്റെ ഓരോ വിഷയത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരും. പ്രത്യേകിച്ച് ദൈവനാമത്തെ പ്രതി നീ നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നീ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നീ നിൻ്റെ മനസ്സ് തകരുന്നുണ്ടെങ്കിൽ, നിന്നെ ദൈവം ആഴമായി സ്നേഹിക്കുന്നുണ്ട്. കാര്യം അങ്ങനെയുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. അവർക്കൊരു പീരീഡ് വരെ ഈ വേദന അനുഭവിക്കേണ്ടതായിട്ട് വരത്തുള്ളൂ. ഒരു പീരീഡ് വരെ ഈ കഷ്ടത അനുഭവിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നുള്ള പീരീഡുകൾ അവരുടെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ ദൈവം തുറന്നിടും. സമൃദ്ധിയുടെ വാതിലുകളെ തുറന്നിടും. നന്മകളുടെ വാതിലുകളെ തുറന്നിടും. ചോദിച്ചിടും നിലച്ചിടും അത്യന്തപരമായി നടത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ദൈവനാമത്തെ പ്രതി നമ്മൾ എന്തൊക്കെ കഷ്ടതകൾ അനുഭവിച്ചാലും, എന്തൊക്കെ വേദന അനുഭവിച്ചാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും, ഏതൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചാലും, ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെ ദൈവം ആഴമായി സ്നേഹിക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾ ഉറപ്പിച്ച് പറയാം, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ കാവലും സൂക്ഷിപ്പും നിങ്ങളുടെ മേലുണ്ടാകുന്നുണ്ട്. ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ ദൈവം മറയ്ക്കും. ഈ ദിവസങ്ങൾ നിങ്ങളെ മറയ്ക്കാൻ പോവുക. ആർക്കും വിട്ടുകൊടുക്കുവാൻ, ആർക്കും നിങ്ങളെ പിടിച്ച് മാറ്റിക്കൊണ്ടു പോകുവാൻ, പിടിച്ച് കെട്ടിക്കൊണ്ടു പോകുവാൻ കഴിയാത്ത വണ്ണം നിങ്ങളെ ദൈവം പിടിച്ച് മറച്ചു നിർത്താൻ പോവുക. അവൻ്റെ ചിറകിൻ്റെ മറവിലേക്ക് നിന്നെ മറച്ചു നിർത്താൻ പോവുക. ആർക്കും നിന്നെ വിട്ടുകൊടുക്കത്തില്ല കേട്ടോ. ആർക്കും നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്നെ ആഴമായി വിശ്വസിക്കുന്നു. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ആമേൻ.